ഹലോ ഗൈസ്, വെൽക്കം ടു ഭാരത് ഫ്ലിക്ക്. മ്യൂസിയങ്ങളുടെ നഗരമായ നമ്മുടെ തിരുവനന്തപുരത്ത് അധികം ജനശ്രദ്ധ നേടാത്ത ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം താളിയോല രേഖാ മ്യൂസിയം. 2022 ഡിസംബർ 22 ഉദ്ഘാടനം ചെയ്ത ഈ മ്യൂസിയത്തിന് ലോകത്തിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം എന്ന പ്രത്യേകതയുമുണ്ട്. 4 കെട്ടിടങ്ങളിലായാണ് മ്യൂസിയം നിലകൊള്ളുന്നത്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഈ കെട്ടിടങ്ങൾ തുടക്കകാലത്ത് നായർ പട്ടാളത്തിന്റെ ബാരക്കായിരുന്നു. പിന്നീട് 1887 വരെ തിരുവിതാംകൂർ ജയിലായും 1887 ശ്രീമൂലം തിരുനാൾ ജയിൽ പൂജപ്പുരയിലോട്ട് മാറ്റിയത് മുതൽ ട്രാവൻകൂർ രേഖാലയമായും ഈ കെട്ടിടം പ്രവർത്തിച്ചു. മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ഈ 4 കെട്ടിടങ്ങളിലായി 8 ഗാലറികൾ നമുക്ക് കാണാം. ഇതിൽ ആദ്യത്തെ ഗാലറി ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ്സ് അഥവാ എഴുത്തുകളുടെ ചരിത്രം സംബന്ധിച്ചാണ്. വ്യത്യസ്ത കാലഘട്ടത്തിനനുസരിച്ച് ലിപികളിലും ഭാഷകളിലും ഉണ്ടായ പരിണാമം നമുക്കിവിടെ കാണാം. രണ്ടാമത്തെ ഗാലറി ഭൂമിയും ജനങ്ങളും, 3 ഭരണം, 4 യുദ്ധവും സമാധാനവും, 5 ആരോഗ്യവും വിദ്യാഭ്യാസവും, 6 സാമ്പത്തികം, 7 കലയും സംസ്കാരവും, 8 മതിലകം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവിടെ മുൻപ് സൂക്ഷിച്ചിരുന്ന രേഖാശേഖരം ആണ് മതിലകം രേഖകൾ. ഈ 8 ഗാലറികളിലായി ഏകദേശം 187 രേഖകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, സംസ്കൃതം തുടങ്ങി വിവിധ ഭാഷകൾക്ക് പുറമെ വട്ടെഴുത്ത്, കോലെഴുത്ത്, ബ്രഹ്മി തുടങ്ങി വിവിധ പ്രാചീന ലിപികളും നമുക്കിവിടെ കാണാം. സന്ദർശകർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതിനായി ഓരോ താളിയോലയുടെയും ആധുനിക മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും താളിയോല കൂടുതൽ വ്യക്തതയോടെ കാണാൻ ലെൻസുകളും അടുത്തു തന്നെ വച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ വീഡിയോസും മറ്റും കാണാനായി ഇന്ററാക്റ്റീവ് മോണിറ്ററുകളും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ ഉപയോഗിക്കുന്നതിനായി സ്കാൻ ചെയ്യാവുന്ന QR കോഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചരിത്രപരമായ കാര്യങ്ങളിൽ കൗതുകമുള്ളവർക്ക് ഇവിടം ഒരുപാട് ഇഷ്ടപ്പെടുമെന്നതിൽ സംശയമേ ഇല്ല. മ്യൂസിയത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിന് സമീപത്തായി പ്രശാന്തി നഗറിലാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 25 രൂപയാണ്. താല്പര്യമുള്ളവർ തീർച്ചയായും വന്ന് കണ്ടു നോക്കൂ. വീണ്ടും മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും. ബൈ ഫ്രം ഭാരത് ഫ്ലിക്ക്.